CPM-നെ പരാമർശിക്കാതെ പോകാൻ പാടില്ലല്ലോ. അവർ തന്നെ അത് ചോദിക്കണം. കോൺഗ്രസിൽ നിന്ന് ജയിച്ച MP-മാരോ MLA-മാരോ എത്ര മുന്തിയ നേതാക്കന്മാരുടെ മക്കളോ പോയാലും ഇന്ത്യയിലെ മുഴുവൻ ബൂത്തിലും BJP-ക്കെതിരെ സംഘപരിവാറിനെതിരെ അണമുറിയാത്ത പ്രതിഷേധം സംഘടിപ്പിക്കാൻ കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഗ്യാരണ്ടി. ഇനി CPM ഗ്യാരണ്ടി പറയുന്നുണ്ടല്ലോ. CPM-ന്റെ പ്രകാശം മാസ്റ്റർ ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞില്ലേ, CPM അതായത് കോൺഗ്രസിനെ മുഴുവനായിട്ട് BJP വിഴുങ്ങിയെന്ന്. ബംഗാളിലെ CPM-നെ, ത്രിപുരയിലെ CPM-നെ, ഇന്ത്യ ഒട്ടാകുമുള്ള CPM-നെ മുഴുവനായിട്ടും വിഴുങ്ങിയ പാർട്ടിയുടെ പേരാ BJP. നിങ്ങൾക്കൊരു പ്രതിഷേധമില്ലേ? അല്പം മുമ്പല്ലേ ഈ BJP-യുടെ പ്രതിനിധി അതിനെക്കുറിച്ച് പറഞ്ഞത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ബംഗാളിൽ CPM 35 കൊല്ലം ഭരിച്ച പാർട്ടിയാ. അവിടുത്തെ CPM-കാരൊക്കെ ഇന്ന് എവിടെയാ? പാർട്ടി ഓഫീസ് ഉൾപ്പെടെ BJP-യിലേക്ക് പോയി. അത് കഴിഞ്ഞ് UP-യിൽ നിങ്ങൾക്ക് 44 MLA-മാരും MP-മാരും ഉണ്ടായിരുന്നു. അവരൊക്കെ ഇന്ന് എവിടെയാ? ഏത് പാർട്ടിക്കാരാണെന്നും കൂടി പ്രകാശ് മാസ്റ്റർ പറയണം. പഞ്ചാബിൽ 18 MLA-മാരും 2 MP-മാരും CPM-നുണ്ടായിരുന്നു. അവരൊക്കെ ഇന്ന് ഏത് പാർട്ടിയിലാണെന്ന് പറയണം. ബീഹാറിലും ആന്ധ്രയിലും ഏറ്റവും വലിയ പ്രതിപക്ഷം CPM-ആയിരുന്നു ഒരു കാലത്ത്. അവരൊക്കെ ഇന്ന് ഏത് പാർട്ടിയിലാണെന്ന് നിങ്ങൾ പറയണ്ടേ? മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ചരിത്രമൊന്നും ഞാൻ പറയണ്ട. ഇനി ബംഗാളിൽ തന്നെ 100 കണക്കിന് നേതാക്കന്മാരും MP-മാരും MLA-മാരും MLA ആയിരിക്കുമ്പോൾ അത് രാജിവെക്കാതെ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് MP ആയിട്ട് മത്സരിച്ച ഗഗൻ മുർമു അടക്കം 100 കണക്കിന് മുൻ MLA-മാരും MP-മാരും CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി രാജ്യസഭ MP-മാരും മുതൽ ഈ BJP ചേക്കേറിയിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്നും കണ്ടില്ലേ? നിങ്ങൾ പത്രം വായിക്കാറില്ലേ? ചാനൽ വാർത്ത ഒന്നും കാണാറില്ലേ? നിങ്ങൾ കോൺഗ്രസിനെ വിഴുങ്ങിയെന്ന്. കോൺഗ്രസിനെ വിഴുങ്ങിയെങ്കിൽ അവിടെയൊക്കെ BJP-ക്കെതിരെ മത്സരിക്കാൻ കോൺഗ്രസിന് മറ്റാളുകളുണ്ട്. പക്ഷെ നിങ്ങളെ വിഴുങ്ങിയ സംസ്ഥാനങ്ങളിൽ BJP-ക്കെതിരെ ഒന്ന് ശബ്ദം ഉയർത്താൻ പോലും നിങ്ങൾക്ക് ആരുമില്ല. ഈ ബംഗാളിൽ തന്നെ തൃണമൂൽ കോൺഗ്രസിനെതിരെ മമതാ ബാനർജിക്കെതിരെ മത്സരിക്കാൻ വേണ്ടിയിട്ട് BJP-യുമായിട്ട് സഖ്യം ചേർന്ന് ഒന്നിച്ച് റാലി നടത്തി സഖ്യം ചേർന്ന് സ്ഥാനാർത്ഥിയെ നിർത്തിയ പാർട്ടിയാണ് CPM. പഴയ കാര്യമൊന്നല്ല, ഇപ്പോ ആനുകാലിക കാര്യമാണ് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ കോൺഗ്രസിനെ കുറിച്ച് പറയുന്നു. ഇനി നിങ്ങളുടെ ഇടുക്കിയിലെ മുൻ MLA രാജേന്ദ്രനെ ആദ്യം പിടിച്ചെടുത്താനുള്ള ശ്രമം നടത്തുക. എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ പറയും നിങ്ങൾ BJP-യെ പിടിച്ചെടുത്തെന്ന് പ്രകാശ് മാസ്റ്റർ പറഞ്ഞ് ക്ലിഫ് ഹൗസിൽ വന്ന് മുള്ളുന്ന മരപ്പട്ടിയെ പിടിച്ചെടുത്താൻ പറ്റാത്ത ആളുകളാ BJP-യെ പിടിച്ചെടുത്താൻ പോണെ കേരളത്തിൽ. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞ എല്ലിംഗ് കഷ്ണത്തിന് വേണ്ടിയിട്ട് BJP-യുടെ മുമ്പിൽ കൈകൂപ്പി മുട്ടിലെഴയുന്നത് പിണറായി വിജയനാണ്. കേരളത്തിൽ പിണറായി വിജയനാണ് ആദ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ സംഘപരിവാറിന്റെ വോട്ട് വാങ്ങി ജയിച്ചത്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അപ്പൊ നിങ്ങൾ ഞങ്ങളെ കഥയൊന്നും പറയിപ്പിക്കരുത്. മുഴുവൻ കഥയും പറഞ്ഞ് നമ്മൾ ഇതൊന്നും വായിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട എന്ന് പറഞ്ഞ പാർട്ടി മാറുന്ന നേതാക്കന്മാരല്ല. അത് ഒറ്റ വിഷയം കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട പാർട്ടി മാറുന്ന നേതാക്കന്മാരല്ല. അതിലേക്ക് ചുരുക്കാൻ ആഗ്രഹിക്കുന്നത് CPM-ഉം BJP-യാ. ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട എന്ന് പറഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ കൊള്ളയടിക്കുന്നതിനെതിരെയാ, ഈ ആളുകളെ ഇതുപോലെ ദ്രോഹിക്കുന്നതിനെതിരെയാ. അതാണ് ഞങ്ങളുടെ അജണ്ട, അതാണ് ഞങ്ങളുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയുടെ അടുത്ത 5 വർഷത്തെ മാൻഡേറ്റ് ആർക്ക് കിട്ടണം എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി സർക്കാരിനെ BJP സർക്കാരിനെ താഴെ ഇറക്കി നിർത്തേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് കോൺഗ്രസ് പരമാവധി സീറ്റുകളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. അതിന് രണ്ടാമതൊരു ആലോചന ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ പരമാവധി MP-മാർ ഇന്ത്യൻ പാർലമെന്റിലേക്ക് എത്തുന്നതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ പ്രയോറിറ്റി. ഇനി CPM-ന്റെ നേതാവ് ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. കോൺഗ്രസിൽ നിന്ന് പോകുന്ന ഒരു പണവും മറ്റു പാർട്ടികളിൽ നിന്ന് പോകുന്ന ഒരു പണവും ഭീഷണിയും ഒക്കെ നേരിട്ടത് കൊണ്ടാണ് പോകുന്നത്, പണം വാങ്ങിക്കൊണ്ടാണ് പോകുന്നത്, അത് CPM-ന്റെ പോയത് അങ്ങനെയൊക്കെയാണ് എന്ന്. ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ ഈ പറഞ്ഞ സിദ്ധാന്തം കോൺഗ്രസ്സുകാർക്കും ആപ്ലിക്കബിൾ ആണല്ലോ. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് പോയ ആളുകൾ ഇതുപോലെ ED-യെ പേടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ CBI അന്വേഷണം വന്നതുകൊണ്ടോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ പണം വാങ്ങിക്കൊണ്ടോ ഒക്കെ പോകുന്ന ഇത് CPM-കാർക്ക് മാത്രമുള്ള ഒരു പ്രത്യേക നിയമമൊന്നുമല്ല. ഇന്ത്യയിൽ BJP കേന്ദ്രഭരണത്തിൽ വന്നതിന് ശേഷം മുഴുവൻ പ്രതിപക്ഷ കക്ഷികളിൽ നിന്നും, ഉദാഹരണത്തിന് മമതാ ബാനർജിയുടെ പാർട്ടിയിൽ നിന്ന് പോലും ബംഗാളിൽ നിന്ന് പോലും BJP-യിലേക്ക് ആളുകൾ പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്, MLA-മാരും MP-മാരും. അപ്പോൾ ആരെങ്കിലും കൂറുമാറിയതിന്റെ പേരിൽ കോൺഗ്രസിനെ ആക്ഷേപിക്കാൻ നിങ്ങൾ നോക്കരുത്. പിന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ സത്യസന്ധതയെക്കുറിച്ചിട്ട് ആത്മാർത്ഥതയെക്കുറിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മാഷെ നിങ്ങൾ ഇന്ത്യ മുന്നണി എന്നും പറഞ്ഞ് കോൺഗ്രസിന്റെ തിണ്ണയിൽ വന്നിരിക്കാൻ നോക്കുന്നത്? നിങ്ങൾക്ക് കോൺഗ്രസിന് ഇത്ര വലിയ ആക്ഷേപവും സംശയവുമാണെങ്കിൽ നിങ്ങൾ മാറി നിൽക്ക്. നിങ്ങൾ തമിഴ്നാട്ടിൽ ഞങ്ങളോടൊപ്പം മത്സരിക്കേണ്ട, നിങ്ങൾ ബംഗാളിൽ ഞങ്ങളോടൊപ്പം മത്സരിക്കേണ്ട, നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് ഞങ്ങളോടൊപ്പം മത്സരിക്കേണ്ടെന്നേ. നിങ്ങൾ കേരളത്തിൽ ഒരു വർത്താനവും പറയും, മറ്റു സ്ഥലത്ത് മറ്റു വർത്താനം പറയും. ഈ ഉപദേശവും ഊഞ്ഞാലാട്ടവും ഒന്നിച്ച് നടത്തുന്ന പരിപാടി ശരിയല്ല. ഈ കേരളത്തിൽ പറയുന്ന അതേ സ്ട്രാറ്റജി തന്നെ മറ്റു സ്ഥലത്ത് നിങ്ങൾക്ക് പറയാൻ വേണ്ടേ? കോൺഗ്രസ് മോശപ്പെട്ടതാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ കൊടിയും തൂക്കി പിടിച്ചുകൊണ്ട് ബംഗാളിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്?
അതിലൊരു മറുപടി നിങ്ങൾ കേരളത്തിലെ ആളുകളോട് പറയണ്ടേ? പിന്നെ മുരളി മാറിയത് വടകരയിൽ നിന്ന് ശൈലജയെ പേടിച്ചിട്ടാണെന്ന്. ഏത് ശൈലജയാണ് മാധു മുരളി പേടിക്കേണ്ടത്? ടി.പി. ചന്ദ്രശേഖരൻ കൊലക്കേസിലെ കുഞ്ഞനന്തനെ പുകഴ്ത്തിയ ശൈലജയോ, അല്ലെങ്കിൽ ടി.പി. കേസിലെ മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ചു വന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പാർട്ടി പിന്തുണ നൽകിയ ശൈലജയോ, അല്ലെങ്കിൽ PPE കിറ്റിൽ 1000 കോടി രൂപയുടെ അഴിമതി നടത്തിയ ശൈലജയോ, ലോകായുക്ത കേസ് നേരിടുന്ന ശൈലജയോ, അല്ലെങ്കിൽ രാഷ്ട്രീയ വേദികളിൽ ഉന്നയിക്കാം ജിൻഡോ. എനിക്ക് വളരെ കുറച്ച് പൂർത്തിയാകട്ടെ. സ്വന്തം മുഖ്യമന്ത്രി നവകേരള സദസ്സിൽ സാഹചര്യത്തിനനുസരിച്ച് പ്രസംഗിക്കാൻ അറിയാത്ത ആളെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച ശൈലജയെ മുരളീധരൻ പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വാദത്തെ അംഗീകരിക്കാൻ തയ്യാറല്ല ഞങ്ങൾ. പിന്നെ കോൺഗ്രസ്സുകാരെ റാഞ്ചി എന്ന് പ്രകാശ് മാസ്റ്റർ പറയുമ്പോൾ BJP കേരളത്തിൽ റാഞ്ചിയ ഏറ്റവും വലിയ ആളാരാണെന്നറിയോ? പിണറായി വിജയനാണ്. എക്സാലോജിക്കാണ് ഉദാഹരണം. അതുകൊണ്ടാണ് കർണാടകയിൽ BJPയുടെ ഒപ്പമുള്ള ദള് ഇവിടെ നിങ്ങളുടെ ഒപ്പം മന്ത്രിസഭയിൽ ഇരിക്കുന്നത്. NCPയുടെ അജിത് പവാറിന്റെ പാർട്ടി, അവരുടെ ചിഹ്നവും പേരും ഉപയോഗിക്കുന്ന പാർട്ടി നിങ്ങളോടൊപ്പം മന്ത്രിസഭയിൽ ഇരിക്കുന്നത്. ഇതിനൊന്നും ഒരു അഭിപ്രായം പറയാതെ കോൺഗ്രസിനെ ആക്ഷേപിക്കാൻ വരരുത്. പിന്നെ ഈ വിശ്വനാഥ മേനോനും അബ്ദുള്ള കുട്ടിയും അൽഫോൺസ് കണ്ണന്തോനൊക്കെ നിങ്ങളുടെ ആളുകളായിരുന്നു, ജയിച്ച ജനപ്രതിനിധികളായിരുന്നു. വിശ്വനാഥ മേനോൻ നിങ്ങളുടെ ധനകാര്യമന്ത്രിയായിരുന്നു. ഈ പത്മജ വേണുഗോപാൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ലെന്നേ. അങ്ങനെ ഒരാൾ പോകുന്നതിനെ കുറിച്ച് ഞങ്ങൾക്കില്ലാത്ത ആശങ്ക നിങ്ങൾക്ക് എന്തിനാ? പിന്നെ BJPക്കാര്, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് BJPക്ക് തന്നെ വാങ്ങാൻ നോക്ക്. അപ്പൊ CPM കൂടെ ജയിക്കില്ല, BJPയും ജയിക്കില്ല. നിങ്ങൾ വോട്ട് മറിച്ച് CPMനെ രക്ഷപ്പെടുത്തി അങ്ങനെ കോൺഗ്രസിന്റെ സീറ്റ് എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആ സ്ട്രാറ്റജി ഒന്നും നടക്കാറില്ല. ആളുകൾക്ക് ഇതെല്ലാം അറിയാം. ഇവിടെ BJPയും CPMും പിണറായി വിജയനും നരേന്ദ്രമോദിയും ഒക്കെ